വലിയ സംഘർഷങ്ങൾക്കും തുടർന്നുണ്ടായ പ്രതിസന്ധികൾക്കും നാണക്കേടുകൾക്കുമെല്ലാം ഒടുവിൽ പ്രശസ്ത യൂട്യൂബർമാരായ പ്രണവ്, പ്രവീൺ അവരുടെ വീഡിയോകൾ പ്രൈവറ്റാക്കിയിരിക്കുന്നു. എന്നുവെച്ചാൽ ഇനി യാതൊരു പ്രശ്നങ്ങൾക്കും ഞങ്ങളില്ല, ഇവിടെ എല്ലാം അവസാനിപ്പിക്കുന്നു. ഇതേക്കുറിച്ച് പ്രവീൺ തൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്തത്. ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കാരുണ്യവും കിട്ടില്ല എന്ന് മനസ്സിലായി. നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിയിങ് നടത്തുന്നു. ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിയിങ് നടന്നതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോയും ഞാൻ പ്രൈവറ്റാക്കുന്നു. സത്യത്തിൽ ഈ കുടുംബം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരിതാപകരമായ അവസ്ഥകൾ കാണുമ്പോൾ സങ്കടവും സഹതാപവും ഒക്കെ തോന്നുന്നുണ്ട്. എങ്കിലും സമൂഹം കാര്യമായി ചർച്ച ചെയ്ത ഒരു വിഷയമായതുകൊണ്ട് ഈ പോസ്റ്റിന് ഒരഭിപ്രായം പറഞ്ഞേ മതിയാവുകയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കാരുണ്യവും ലഭിക്കില്ല എന്ന് മനസ്സിലായി എന്ന് പ്രവീൺ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ മറ്റാരേക്കാളും അധികം നിറഞ്ഞാടിയ ഒരു കുടുംബമാണ് നിങ്ങളുടേത്. സോഷ്യൽ മീഡിയ എന്താണെന്നും അതിലെ നന്മകളും തിന്മകളും ചതിക്കുഴികളും എന്തൊക്കെയാണെന്നും മറ്റാരേക്കാളും അധികം നന്നായിട്ട് അറിയാവുന്നവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അത് 4 ചുവരുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങളായിരുന്നു. അത് സമൂഹത്തിന് ചർച്ച ചെയ്യുവാൻ വേണ്ടി വീഡിയോയാക്കി പരസ്പരം ചെളിവാരി എറിയുന്ന തെളിവുകൾ ഉൾപ്പെടെ കുത്തിനിറച്ച് സമൂഹ മാധ്യമങ്ങളിൽ അത് പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പിൻപിൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് അത് വിശ്വസിക്കാൻ കഴിയുക? സമൂഹ മാധ്യമങ്ങളിൽ നെഗറ്റീവ് കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതിനുവേണ്ടി ഈ കാലത്ത് ഒരു യൂട്യൂബറൊന്നും ആകേണ്ട കാര്യമില്ല. മാത്രവുമല്ല, ഫാമിലി വ്ളോഗ് എന്ന പേരിൽ പരക്കെ ആഘോഷിക്കപ്പെട്ട പലരും കഴിഞ്ഞ നാളുകളിൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും വീഡിയോകളാക്കി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കീഴിൽ നടന്ന പൊങ്കാലകൾ, അതിലെ 10 കമൻറ്റുകളെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പരിപാടിക്ക് നിങ്ങൾ മുതിരില്ലായിരുന്നു. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധം, ഇത്രയും കാലം മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ മനോഹരമായി അഭിനയിച്ചു. പക്ഷേ ഒരു കൂട്ടുകുടുംബമായി താമസിക്കുമ്പോൾ പലതരത്തിലുള്ള വ്യക്തിത്വങ്ങൾ, പലതരത്തിലുള്ള അഭിരുചികൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമാണ്. അസംതൃപ്തികളും അതൃപ്തികളും വാക്കുതർക്കങ്ങളും ചിലപ്പോൾ കയ്യേറ്റങ്ങളും ഒക്കെ പലയിടത്തും സംഭവിക്കാം. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യരെന്ന് പറയുമ്പോൾ വെറും സാധാരണ മനുഷ്യർ, തെറ്റുപറ്റാത്തവരല്ല, റോബോട്ടുകളല്ല. എന്നാൽ നിങ്ങളുടെ ഓരോ വ്ളോഗിനും വേണ്ടി ജനങ്ങൾ കാത്തുകെട്ടിക്കിടന്നതും ഓരോ വീഡിയോകൾക്കും 1-2 മില്യൺ കാഴ്ചക്കാർ വന്നതും നിങ്ങളുടെ അഭിനയ മികവ് കൊണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രശ്നങ്ങളുമില്ലാത്ത, നദി പോലെ കവിഞ്ഞൊഴുകുന്ന സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന, സ്നേഹത്തിന്റെ നറുമണം മാത്രം പരക്കുന്ന സ്വർഗതുല്യമായൊരു ഭവനം എന്ന പ്രതീതി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നിങ്ങൾ സമൂഹത്തിന് നൽകി. നിങ്ങൾ കാണിച്ചത് മാത്രം കണ്ട പ്രേക്ഷകർ ഒടുവിൽ നിങ്ങളുടെ വീട് ഭൂമിയിലെ ഏറ്റവും വലിയൊരു നരകമായിരുന്നു എന്ന് നിങ്ങൾ തന്നെ തുറന്നു പറയുന്ന വീഡിയോ കൂടി കണ്ടപ്പോൾ അതിനെ എങ്ങനെ ചർച്ച ചെയ്യാതിരിക്കും? അത് സ്വാഭാവികമാണ്. സോഷ്യൽ മീഡിയയിൽ നിന്നും നീതി ലഭിച്ചില്ല, കാരുണ്യം ലഭിച്ചില്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത്? വാസ്തവത്തിൽ ഈ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ സമൂഹം മുഴുവനും കൂടി തീരുമാനമെടുത്ത് ഒരു കോടതിയുടെ റോൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരികയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മനോഹരവും സുന്ദരവുമായ ഒരു പരിസമാപ്തി വരുത്തും എന്നൊക്കെയാണോ നിങ്ങൾ ചിന്തിച്ചിരുന്നത്? തീരെ വിവേകശാലിയായ ഒരു മനുഷ്യൻ പോലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ മിടുക്കന്മാരായ പ്രണവും പ്രവീണുമൊക്കെ അങ്ങനെ ചിന്തിച്ചു എന്ന് പറയുന്നത് തന്നെ ബാലിശമായ കാര്യങ്ങളല്ലേ? സോഷ്യൽ മീഡിയ എന്താണ് എന്ന് ഞങ്ങളെക്കാൾ അധികം നന്നായിട്ട് നിങ്ങൾക്കറിയാം. എത്ര മനോഹരമായ കാര്യങ്ങൾ അവതരിപ്പിച്ചാലും അതിൻ്റെ പിൻപിൽ പോലും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതേ തുടർന്ന് സൈബർ ബുള്ളിയിങ് നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കൂത്തരങ്ങാണ് സോഷ്യൽ മീഡിയ. അവിടെ ഗർഭിണിയായ ഭാര്യയെ അവരുടെ വയറ്റത്ത് തൊഴിച്ചു എന്നും ദീർഘനാളുകളായി ഗാർഹിക പീഡനത്തിൽ കൂടി അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും നിങ്ങളുടെ അച്ഛനും അമ്മയും സഹോദരനും കൂടി നിങ്ങളെ മർദ്ദിച്ചു, ചപ്പാത്തി പരത്തുന്ന തടി കൊണ്ട് നിങ്ങളെ അടിച്ചു മുറിവേൽപ്പിച്ചു എന്നൊക്കെ നിങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കണം? നിങ്ങളുടെ മുൻപുള്ള വീഡിയോകൾ കണ്ടവർ ഇപ്പോഴുള്ള ഈ വീഡിയോകൾ കാണുമ്പോൾ എങ്ങനെയാണ് അവർ പ്രതികരിക്കേണ്ടത്? എങ്കിലും ആദ്യം തള്ളിപ്പറഞ്ഞെങ്കിലും പ്രേക്ഷക സമൂഹത്തിൽ വലിയൊരു പങ്ക് പ്രവീണിൻ്റെയും മൃദുലയുടെയും കൂടെ തന്നെയല്ലേ നിന്നത്? പിന്നെ അമ്മയെ തല്ലിയാലും 2 പക്ഷമുണ്ട് എന്നുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കണം. അനുകൂലമായും പ്രതികൂലമായും സംസാരിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ടാവും. അവരിൽ പലരുടെയും വാക്കുകൾ ക്രൂരവും നിന്ദ്യവും പരിഹാസ്യവുമായിരിക്കും. അതൊക്കെ മുന്നമേ കൂട്ടി കാണുവാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിവരക്കേട്. നിങ്ങളുടെ മനോഹരമായ വീഡിയോകൾ കണ്ടിട്ടല്ലല്ലോ ഈ സൈബർ ബുള്ളിങ്ങുകൾ നടന്നത്.
നിങ്ങളുടെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങളായിരുന്നു. അതിന് തയ്യാറാകാതെ നിങ്ങൾ പിണങ്ങി രണ്ടും 2 വഴിക്കായി മാറി. തുടർന്ന് മറ്റൊരാൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. പലരുടെയും ചോദ്യങ്ങൾ, ആ ചോദ്യത്തിന് പലതരത്തിലുള്ള വിശദീകരണങ്ങൾ. അച്ഛനും അമ്മയും സഹോദരനും ഇല്ലാതെ മൃദുലയും പ്രവീണും കുട്ടിയും മാത്രമായിട്ടുള്ള വീഡിയോകൾ. ഇതൊക്കെ കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് സംശയം തോന്നി. അവരാ സംശയം ചോദിച്ചു, എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും പ്രണവും ഒന്നും വീഡിയോയിൽ കാണാത്തത് എന്നുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ വന്നപ്പോൾ തന്നെ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കാണണമായിരുന്നു. ആ സമയത്ത് വിവേകപൂർണമായി നിങ്ങൾ പ്രതികരിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് വീണ്ടും പഴയതുപോലെ അഭിനയിച്ചുകൊണ്ട് തന്നെ വരണമായിരുന്നു. പക്ഷേ എന്തു ചെയ്യാനാ, വിനാശകാലേ വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് പോലെ വിവേകം വികാരത്തിന് വഴിമാറിക്കൊടുത്തു. പിന്നെ സംഭവിച്ചതൊക്കെ ഓരോരുത്തരായി സോഷ്യൽ മീഡിയയിൽ പൊടുപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് വിളമ്പിക്കൊടുത്തു. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമായിരുന്നു, ആർക്കെതിരെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്? എൻ്റെ സഹോദരനെതിരെയല്ലേ? അല്ലെങ്കിൽ എനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളല്ലേ? അവരോട് ക്ഷമിക്കാം, അത് വിട്ടുകളയാം. അങ്ങനെ കണ്ട് നിങ്ങൾ കണ്ണടച്ചിരുന്നുവെങ്കിൽ ഇവിടെ വരെ കാര്യങ്ങളൊന്നും എത്തിപ്പെടില്ലായിരുന്നു. എന്നാൽ ഇരുകൂട്ടർക്കും വാശിയായിരുന്നു. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നുകളഞ്ഞു. പ്രവീൺ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകും, സമൂഹത്തിൽ ഇനി തല ഉയർത്തി നടക്കുവാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ എല്ലാവരും നാറിയിട്ടുണ്ട്. യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കും. പക്ഷെ നഷ്ടപ്പെട്ടു പോയ അഭിമാനം അത് ആർക്ക് മടക്കി തരുവാൻ കഴിയും? പണം കൊടുത്ത് എല്ലാം നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് പണം കൊടുത്തത് കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയാത്തതായി ഈ ഭൂമിയിൽ പലതുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും ഒക്കെയുള്ള ഒരവസരം കൂടിയാണ് ഇത്. അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ, അത് വിവേകത്തോടുകൂടി ജീവിച്ചവസാനിപ്പിക്കുക. ഒരു കൊച്ചു കാലഘട്ടം മാത്രമാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഇവിടെ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾക്ക്. അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് പഴയതെല്ലാം മറന്ന് പറ്റിയ തെറ്റുകളൊക്കെ പരസ്പരം മനസ്സിലാക്കുകയും ഏറ്റുപറയുകയും തിരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള അവസരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഈ ഭൂമിയിലില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു പരിഹാരം എല്ലാത്തിനുമുണ്ട്. പിന്നെ കുറെ കാലഘട്ടമൊക്കെ ഈ മുറിവുകളും സങ്കടങ്ങളും വേദനകളും ഒക്കെ മനസ്സിൽ കിടക്കും. അതൊക്കെ ഉണങ്ങി വരുവാൻ കുറച്ച് ടൈം എടുക്കും. എന്തായാലും ഇവിടെ വെച്ച് ഇതെല്ലാം അവസാനിപ്പിച്ചത് നന്നായി. പ്രവീണും മൃദുലയും നിങ്ങളുടെ കുഞ്ഞും ഇപ്പോൾ നിങ്ങൾ കുടുംബമായി മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുകയാണ്. അങ്ങനെ തന്നെ മുൻപോട്ട് പോവുക. കൂടുതൽ പ്രതിസന്ധികളിലേക്ക് ജീവിതം വീണു പോകാതിരിക്കാൻ ഒരു വിധത്തിൽ അതുതന്നെയാണ് നല്ലത്. എന്തായാലും നിങ്ങളുടെ വീഡിയോകളിലൂടെ പ്രേക്ഷകരായ ഞങ്ങൾ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കി. ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഏകദേശം എല്ലാ ആൾക്കാർക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ക മുഖം മൂടിയിട്ടുകൊണ്ടുള്ള അഭിനയങ്ങൾ മാത്രമാണ്. പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുവാനും ഒപ്പം പണം സമ്പാദിക്കുവാനുമുള്ള സത്യസന്ധമല്ലാത്ത ചില വഴികൾ. അപ്പോൾ തന്നെ നമ്മളൊക്കെ പച്ച മനുഷ്യരാണ്. ദേഷ്യങ്ങളും സങ്കടങ്ങളും പരാതികളും അസംതൃപ്തികളും ഒക്കെയുള്ള വെറും പച്ച മനുഷ്യർ. നമുക്കൊക്കെ പോസിറ്റീവ് സൈഡും അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡുമുണ്ട്. എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കുവാൻ ആർക്കും കഴിയില്ല. പക്ഷേ നിങ്ങൾ സമൂഹത്തിന് കൊടുത്ത സന്ദേശം നിങ്ങളുടെ കുടുംബം പോലെ സ്വർഗീയ സന്തോഷം നിറഞ്ഞാടുന്ന മറ്റൊന്ന് ഈ ഭൂമിയിലില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ എല്ലാറ്റിനും ഒരു പരിസമാപ്തി വരണ്ടേ? അല്ലെങ്കിൽ തന്നെ ഈ പ്രകൃതി ഇങ്ങനെയാണ്. ഒരു പരിധിവരെയോളം എല്ലാ കാര്യങ്ങളെയും നന്നായിട്ട് പ്രകൃതി കൊണ്ടുപോകും. പക്ഷേ പ്രകൃതി തിരിച്ച് കണക്ക് പറയാൻ തുടങ്ങുമ്പോൾ പലിശ അടക്കമായിരിക്കും മടക്കി കിട്ടുക. അങ്ങനെ മടക്കി കിട്ടിയതാണ് എന്ന് സമാധാനിക്കുക മാത്രമേ ഇനി വഴിയുള്ളൂ. അതുകൊണ്ട് ആദ്യം സ്വന്തം കുടുംബത്തിലേക്ക് നോക്കുക, സ്വന്തം വ്യക്തിത്വത്തിലേക്ക് തിരിഞ്ഞു നോക്കുക, തിരുത്തുവാനുള്ളത് തിരുത്തുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ നിന്നും നീതി ലഭിച്ചില്ല, കാരുണ്യം കിട്ടിയില്ല, റിയാക്ഷൻ വീഡിയോ ചെയ്തവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചു എന്നൊക്കെ സമർത്ഥിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ പറഞ്ഞതിന് മറുപടി മാത്രമാണ് ഞങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾ പുറത്തുവിട്ട തെളിവുകളോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ച പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയയാണ്. പബ്ലിക്കിന്റെ മുമ്പിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ വലിച്ചെറിഞ്ഞു തരികയായിരുന്നു. അതുകൊണ്ട് തന്നെ പബ്ലിക്ക് പലവിധമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പങ്കിട്ടു. അതുകൊണ്ട് പഴിക്കേണ്ടത് റിയാക്ഷൻ വീഡിയോ ചെയ്തവരെയോ കമന്റ് എഴുതിയവരെയോ അല്ല, അതിനവസരമുണ്ടാക്കിയ നിങ്ങളെയാണ്. നിങ്ങളെ തന്നെയാണ് നിങ്ങൾ പഴിക്കേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.